നമസ്കാരം. ഗ്രാമ്യോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാഞ്ഞാണി പാലക്കഴയിലെ സ്ലൂയിസുകൾ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം കയ്യാങ്കളിയിലെത്തി. ചാഴൂർ അന്തിക്കാട് മേഖലയിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന മണലൂർ കാഞ്ഞാണി പാലക്കഴയിലെ സ്ലൂയിസുകൾ പൊട്ടിച്ച് വെള്ളം അടിയന്തരമായി ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയാണ് സംഘർഷത്തിലെത്തിയത്. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കോൾപടവ് ഭാരവാഹികളും നാട്ടുകാരും വെള്ളിയാഴ്ച രാവിലെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനിടെയാണ് ചേരിതിരിഞ്ഞ് അടിയുണ്ടായത്. വെള്ളം ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന കുളവാഴയും ചണ്ടിയും മറ്റു തടസ്സങ്ങളും നീക്കിയതിനു ശേഷം മാത്രമേ പാലക്കഴയിലെ സ്ലൂയിസുകൾ പൊളിക്കാൻ അനുവദിക്കൂ എന്ന് മണലൂരിൽ നിന്നുള്ളവർ പറഞ്ഞു. തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഏറെ നേരം വാടനപ്പള്ളി തൃശൂർ സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സവുമുണ്ടായി. കരുവന്നൂർ പുഴയിലും കനോലി കനാലിലും വെള്ളം കുറയാത്തതിനാൽ ജനവാസ മേഖലയിലെ വെള്ളക്കെട്ടിന് കാര്യമായ കുറവില്ല. ചില ഭാഗങ്ങളിൽ വീടുകളിൽ കയറിയ വെള്ളം അല്പം ഇറങ്ങിയിട്ടുണ്ട്. പഴുവിൽ ചിറയ്ക്കൽ ഭാഗങ്ങളിൽ സംസ്ഥാന പാതയിൽ വെള്ളം കയറി. ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസമുണ്ട്. ബസ് സർവീസ് മുടങ്ങിയിട്ടില്ല. ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി കൂടുതൽ ആളുകളെത്തി. താന്യം പഞ്ചായത്തിലെ ക്യാമ്പുകൾ കൂടുതൽ സജീവമായി. താന്യം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ ക്യാമ്പുകളിലേക്ക് അവശ്യ സാധനങ്ങൾ നൽകി. ബാങ്ക് പ്രസിഡന്റ് MP സഹദേവൻ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷിന് സാധനങ്ങൾ കൈമാറി. ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർമാരായ ബാബു കൊളക്കാട്ടിൽ, ബിനേഷ് കരിപ്പാറ, രതി സുരേന്ദ്രൻ, ബീന ദിലീപ് കുമാർ, സെക്രട്ടറി KV ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MV സുരേഷ്, ജനപ്രതിനിധികളായ CL ജോയ്, രതി അനിൽകുമാർ, മീന സുനിൽ, ഷൈനി ബാലകൃഷ്ണൻ, ഷീജ സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. നളന്ദ സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നീനയുടെ നേതൃത്വത്തിൽ വളണ്ടിയർമാർ സ്കൂളും പരിസരവും ശുചിയാക്കി. NSS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളും കൈമാറി. താന്യം പഞ്ചായത്തിൽ 4ഇടത്താണ് നിലവിൽ ക്യാമ്പുള്ളത്. ഇവിടങ്ങളിലെല്ലാം പഞ്ചായത്ത് വില്ലേജ് അധികൃതരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സന്നദ്ധ സംഘടനകളും പ്രാദേശിക ക്ലബ്ബുകളും ക്യാമ്പിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിത മേഖലയിലേക്ക് ആശ്വാസം പകർന്ന തൃപ്രയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഉരുൾപൊട്ടൽ മൂലം ജീവഹാനിയും ദുരിതവും അനുഭവിക്കുന്ന വയനാട് ചൂരൽമല നിവാസികൾക്ക് വസ്ത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും മരുന്നുകളും ഉൾപ്പെടെ കയറ്റി അയച്ചാണ് തൃപ്രയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വീണ്ടും മാതൃകയായത്. സഹായ സാമഗ്രികൾ നിറച്ച വാഹനം വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും പുറപ്പെട്ടു. RI സക്കറിയ ഫ്ലാഗ് ഓഫ് നടത്തി. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MA സലീം, പ്രസിഡന്റ് VC അബ്ദുൾ ഗഫൂർ, രക്ഷാധികാരി അശോകൻ കണ്ണോത്ത്, ജോയിന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, ട്രഷറർ PC ഹഫ്സത്ത്, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് TV, ബാബു കുന്നുങ്ങൽ, ജോയിന്റ് സെക്രട്ടറി ഷൺമുഖരാജ് മാസ്റ്റർ, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ANG ജെയ്ക്കോ മാസ്റ്റർ, PR പ്രേംലാൽ എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീ ശാക്തീകരണത്തിന് മുന്നിട്ടിറങ്ങേണ്ടത് സ്ത്രീ തന്നെയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി പറഞ്ഞു. മഹത്തായ ലക്ഷ്യങ്ങളിൽ സ്വയം എത്തിച്ചേരേണ്ടവരും പുതിയ തലമുറയെ എത്തിക്കേണ്ടവരുമായ സ്ത്രീകൾ അടുക്കളയിലും വീടിന്റെ അകത്തളങ്ങളിലും തളച്ചിടേണ്ടവരല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ രാഷ്ട്ര പുരോഗതിക്ക് മുതൽക്കൂട്ടാവേണ്ടവരാണ്. സ്ത്രീകൾക്ക് ശത്രു പലപ്പോഴും സ്ത്രീ തന്നെയാവുന്നത് സങ്കടകരമായ അവസ്ഥയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. നാട്ടിക ശ്രീനാരായണ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ജയ അധ്യക്ഷയായി. നടിയും എഴുത്തുകാരിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ജോളി ചെറിയത്തിന്റെ ആത്മകഥയായ നിന്നുകത്തുന്ന കടലുകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, പ്രൊഫസർ TR ഹാരി, പ്രൊഫസർ ദീപ V, ദൃശ്യ ഷൈൻ, മന്യ, VK പ്രമീള, അസോസിയേഷൻ സെക്രട്ടറി KG ഗിലാൽ, ഗജാൻജി TV ജാൻസി റാണി എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് ഉണ്ണിയാരംപുരയ്ക്കൽ ശരവണൻ മകൻ സാലിഷിന്റെ സ്മരണയ്ക്ക് നാലമ്പല തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണം നടത്തി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര നടയിൽ സേവാഭാരതിയുടെ
സേവാ കേന്ദ്രത്തിൽ വെച്ചാണ് വെള്ളിയാഴ്ച രാവിലെ ഭക്ഷണ വിതരണം നടത്തിയത്. സഹോദരൻ ശശീന്ദ്രൻ, ഭാര്യ അഞ്ജു, മകൻ ദേവവ്രത്, സഹോദരി ശാന്തിനി, സേവാഭാരതി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.